വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എബ്രായർ 9:27 ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്ന രണ്ട് അവസ്ഥകളാണ് മരണവും ന്യായവിധിയും. നിശ്ചയമില്ലാത്ത പലതിനു വേണ്ടിയും മനുഷ്യൻ ഓടി നടക്കുന്നു. എന്നാൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മരണത്തെക്കുറിച്ചും തുടർന്ന് നടക്കേണ്ടുന്ന ന്യായവിധിയെക്കുറിച്ചും മനുഷ്യൻ ചിന്തിക്കുന്നേ ഇല്ല. ഈ ലോകയാത്ര പൂർത്തീകരിക്കുവാൻ എല്ലാവർക്കും സമയം നിശ്ചയിച്ചിട്ടുണ്ട്. മോശയുടെ പ്രാർത്ഥന: ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം, അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. സങ്കീർത്തനം 90:10. മോശ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും എത്രയോ ശിശുക്കളും ബാലന്മാരും യുവാക്കളുമൊക്കെയാ മരണം മൂലം ഈ ലോകയാത്ര അവസാനിപ്പിക്കുന്നത്. ഫറവോന്റെ മുൻപിൽ തൻ്റെ ആയുസ്സിനെക്കുറിച്ച് യാക്കോബ് പറയുന്നത്: ഇപ്പോൾ എനിക്ക് 130 വയസ്സായി. എൻ്റെ പിതാക്കന്മാരുടെ പ്രായത്തോളം ഞാൻ എത്തിയിട്ടില്ല. എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും ആകുന്നു. ഉൽപ്പത്തി 47:9. പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഈ ഭൂമിയിലെ നമ്മുടെ യാത്ര അവസാനിക്കുന്നത്. അതുകൊണ്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് നാം വിളിക്കാതെ കടന്നു വരുന്ന മരണത്തിനായി ഒരുക്കം ഉള്ളവരായിരിക്കണം. നമുക്കൊരു ന്യായവിധിയുടെ സമയമുണ്ടെന്ന് ഇവിടെ ഓർപ്പിച്ചു. ഈ ഭൂമിയിൽ ജീവിപ്പാനായി നൽകപ്പെട്ട സമയം എപ്രകാരം വിനിയോഗിച്ചു എന്നതിൻ്റെ കണക്ക് ന്യായവിധിയുടെ ദിവസം എല്ലാവരും നൽകിയേ മതിയാകൂ. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിൽ വസിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുന്നു. മരിച്ചവർ ആബാലവൃത്തം സിംഹാസന മുമ്പിൽ നിൽക്കുന്നത് യോഹന്നാൻ തൻ്റെ ദർശനത്തിൽ കാണുന്നതായി വെളിപ്പാട് 20:12 പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും അവനിൽ വിശ്വസിക്കാത്തവർക്കും ന്യായവിധിയുണ്ട്. വിശ്വസിക്കാത്തവരുടെ ന്യായവിധിയെക്കുറിച്ച് യോഹന്നാൻ 3:18 പറയുന്നത്: ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കാത്തവർക്ക് ന്യായവിധിയുണ്ട്. വിശ്വസിക്കുന്നവരുടെ പേരാണ് ജീവപുസ്തകത്തിൽ എഴുതപ്പെടുന്നത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വെളിപ്പാട് 20:15. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അത് റോമർ 8:1 പറയുന്നു. എങ്കിലും അവർ ന്യായവിധി നാളിൽ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കേണ്ടവരാണ്. അപ്പോഴാണ് ജീവനോടിരിക്കുമ്പോൾ ചെയ്ത എല്ലാ നല്ല പ്രവൃത്തികളുടെയും പ്രതിഫലം ലഭിക്കുന്നത്. ഇവിടെ ശിക്ഷ നൽകുകയല്ല, പിന്നെയോ പ്രതിഫലം നൽകുകയാണ് ചെയ്യുന്നത്. പ്രതിഫലം നൽകുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ ഓരോ വിശ്വാസിയും ഏതു വിധത്തിൽ പ്രവർത്തിച്ചുവെന്നത് വിശദമായി പരിശോധിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം ഉണ്ട്. മലാഖി 3:16. രക്ഷിക്കപ്പെട്ടവരുടെയും രക്ഷിക്കപ്പെടാത്തവരുടെയും എല്ലാ പ്രവൃത്തികളും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കും. അതിനനുസരിച്ച് ചെയ്തിട്ടുള്ള എല്ലാ നല്ല പ്രവൃത്തികൾക്കും, അത് വലുതോ ചെറുതോ എന്തായിരുന്നാലും, അതിനനുസരിച്ച് പ്രതിഫലം നൽകും. കർത്താവിൻ്റെ നാമത്തിൽ ഒരു പാത്രം തണ്ണീർ കൊടുത്താൽ പോലും പ്രതിഫലം ഉണ്ട് എന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ന്യായസിംഹാസന മുമ്പിൽ നിൽക്കുന്നത് ചെയ്ത പ്രവൃത്തികളുടെ കണക്ക് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. റോമർ 14:12. ഈ ന്യായവിധിയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടുവാൻ കഴിയില്ല. ന്യായവിധിയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ചിലതൊക്കെ ചെയ്യണം. എന്ത് ചെയ്യണം? കൊലോസ്യർ 3:5-8 വാക്യങ്ങൾ: ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹ ആരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും മരിപ്പിക്കണം. കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയെ ഉപേക്ഷിക്കണം. ഫോഷ്ക്ക് പറയരുത്. നമ്മളുടെ പഴയ മനുഷ്യനെ അവൻ്റെ എല്ലാ പ്രവൃത്തികളോടുകൂടെയും ഉരിഞ്ഞു കളഞ്ഞ പുതിയ മനുഷ്യൻ ആകണം. നാം ചിന്തിക്കുന്നത് മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും രക്ഷിക്കപ്പെടാത്തവർ ചെയ്യുന്നു എന്നാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടു എന്ന് അഭിമാനിക്കുന്ന അനേകരിലും ഈ പ്രവൃത്തികൾ മിക്കതുമുണ്ട്.
അതുകൊണ്ട് നമ്മളുടെ വിശ്വാസ ജീവിതത്തെ ജാഗ്രതയോടെ സൂക്ഷിക്കണം. കർത്താവ് നമ്മെ വീക്ഷിക്കുന്നത് വളരെ ശ്രദ്ധയോടെയാണ്. ദാനിയേൽ 5:27 പറയുന്ന കർത്താവ് നമ്മെ തൂക്കി നോക്കുന്നു എന്ന. ഇയ്യോബ് പറയുന്നത് ദൈവത്തിൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒരു ത്രാസിൽ എന്നെ തൂക്കി നോക്കട്ടെ എന്ന 31:6 വാക്യം. കർത്താവ് നമ്മെ പരിശോധിക്കുമ്പോൾ ഒരു കുറവും കാണുവാൻ പാടില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നാളുകൾ വളരെ സൂക്ഷ്മതയോടെയും ഭക്തിയോടെയും കർത്താവിനായി വിനിയോഗിക്കാം. കർത്താവിൻ്റെ സ്നേഹത്തിലും കരുണയിലും മാത്രമേ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കൂ. കർത്താവേ, ന്യായവിധി നാളിൽ ലജ്ജിക്കാതിരിപ്പാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തെ സൂക്ഷ്മതയോടെ നിയന്ത്രിപ്പാനും നിനക്കായി നിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിപ്പാനും എന്നെ ഒരുക്കണമേ. ആമേൻ. ദൈവവചനം ജീവനും ശക്തിയും